നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കരിമ്പുലിയെ കാണാമെന്ന ആഗ്രഹവുമായി ഞങ്ങൾ യാത്ര തിരിച്ചത് കോന്നിയിൽ നിന്ന് കല്ലേലി വഴി അച്ചൻകോവിൽ റോഡിലൂടെ പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കരിമ്പുലിയെ കണ്ടെന്നുള്ള ആ ഒരു വാർത്ത ഈ ഒരു സ്ഥലത്താണ്. എന്തായാലും ഒന്ന് പോയി കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ യാത്ര തുടർന്ന് പോയപ്പോൾ അതാ വഴിമുടക്കിയായി നിൽക്കുന്നു ഒരു കൊമ്പൻ. പിന്നെ അവൻ്റെ കുറച്ച് കസർത്തുകൾ കണ്ട് ഞങ്ങൾ മുമ്പോട്ട് യാത്ര തുടർന്നു. അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുപോലെ വനയാത്ര ചെയ്യുന്നവർ യാത്ര സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. വനത്തിൽ അതിക്രമിച്ച് കയറുകയൊന്നും ചെയ്യരുത്. വനയാത്ര ചെയ്യുക, വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു പോകാം നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വനക്കാഴ്ചയുടെ ഫുൾ സൗണ്ട് മാത്രം, സംസാരമില്ല, ഇനി കാഴ്ചകൾ മാത്രം. ഇങ്ങോട്ട് വരും ഇല്ല, ഇങ്ങോട്ട് വരാനുള്ള പരിപാടി വരുമോ? ഇങ്ങോട്ട് വരും. സൂര്യൻ മലകൾക്ക് പിന്നിൽ ഒളിക്കാറായി. ഞങ്ങൾ 5 മണിയായപ്പോൾ മണ്ണാപ്പാറയിലെത്തി. അവിടെ നിന്ന് കണ്ട കാഴ്ചയാണ് അങ്ങ് അകലെയായി നിന്ന് മേയുന്ന ഒരു കാട്ടുപോത്ത്. ആ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടു നോക്കൂ. കരിമല്ല, പരുന്ത. കഴുകനാണ്. ഇതെല്ലാം കണ്ടു വരുമ്പോഴാണ് നമ്മുടെ കഥാനായകൻ, നമ്മുടെ വഴിമുടുക്കയായി നിൽക്കുന്ന ആ ഒരു കൊമ്പൻ. അവനക്ക് ഏറെ നേരം ഞങ്ങളെ നോക്കി പുറത്ത് മണ്ണ് വാരിയൊക്കെ ഇട്ട് നിന്ന്. പിന്നെ അവൻ്റെ സ്വഭാവം അങ്ങ് മാറി. അവൻ ആ റോഡിൽ കിടന്ന് കാണിച്ച ആ കസർത്ത്, ആ കുസൃതി ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത്. വേറെ എങ്ങും ഏത് സ്ഥലമില്ലേ? പട്ടിലോക്കായാലും അവിടെ ആന, ഇവിടെ ആന. പട്ടിലോക്ക് പോലെ ആയ നമ്മള് തിരിച്ചു വെച്ചോ. വരാനാ വന്നാലും നമുക്ക് ദൂരമുണ്ട്.
വരാനാ അവിടെ ഉണ്ട് ആളെ കൊണ്ടുപോകണം വേണ്ട വലിച്ചു വരുവാണോ കുറേ വേറെ ഉണ്ടോ നോക്കാം അവിടെ ഇറങ്ങി ഇച്ചിരി കഴിഞ്ഞിട്ട് പോയാൽ ചേട്ടാ തിരിഞ്ഞ് നിൽക്കുക കേട്ടോ വീട്ടില്ല കേട്ടോ തിരിഞ്ഞ് നിൽക്കുക കേട്ടോ ഇല്ലില്ല അവിടെ തന്നെ നിന്ന് കറങ്ങുമോ പോയിട്ടില്ല കേട്ടോ വണ്ടി ഓഫ് ചെയ്യില്ലേ ഇങ്ങോട്ട് വരും കേട്ടോ പേടിച്ചിട്ടാണ് അതെ വെള്ളം കുടിക്കാനേ എന്തോ സംഭവം അറിയത്തില്ല പൂർവ്വം വാരിട്ട് അടിക്കുക അവിടെ കേട്ടോ തടിയൊക്കെ വാരി അറിയുക കാറ് വല്ലതും തട്ടിയോ എന്തോന്ന് എന്തെങ്കിലും താഴെ കറങ്ങി കേട്ടോ അങ്ങനെ കൊമ്പൻ്റെ കുൽസിതമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ മുന്നോട്ട് വന്നപ്പോൾ അവിടെ നിൽക്കുന്ന അതാ 2 കാട്ടികൾ. ഈ ഒരു കാട്ടികൾ മാത്രമല്ല, തൊട്ടടുത്തായിട്ട് ഒരുപാട് കാട്ടികളുണ്ടായിരുന്നു. ഞങ്ങളുടെ വാഹനത്തിൻ്റെ സൗണ്ട് കേട്ട് ഇതെല്ലാം ഓടിപ്പോയി. ആ ഓടിച്ചെന്നപ്പോഴേ തന്നെ മേലെ നേരത്തെ ഇറങ്ങിപ്പോയ ആ കൊമ്പൻ അവൻ ഈ കാട്ടിയുടെ അടുത്തെത്തിയിരുന്നു. തിരിച്ച് അവനും നിലയും വിളിച്ചുകൊണ്ട് ഓടുന്ന സൗണ്ട് കേട്ട്. അപ്പോൾ അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള യാത്രകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യാത്ര ചെയ്യുക. പിന്നെ ഞാൻ പറയുന്നു, വനനിയമങ്ങൾ പാലിക്കുക, വനത്തിൽ അതിക്രമിച്ച് കയറരുത്, വന്യമൃഗങ്ങളെ ശല്യം ചെയ്യരുത്. അപ്പോൾ നമ്മൾ പോവുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.